ബഹുമാനായ അധ്യക്ഷൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, ലീഗൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ റോസ് വർഗീസ്, PVC MG യൂണിവേഴ്സിറ്റി ഡോക്ടർ ഷീന ഷുക്കൂർ, പ്രൊഫസർ സതീഷ് കുച്ചുപറമ്പിൽ, മാർ ഗ്രിഗോറിയോസ് ചെയറിൻ്റെ സാരഥിയായി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന റവറൻ ഫാദർ ഡോക്ടർ KM ജോർജ്, ശ്രീ ജോർജ് വർഗീസ്, പ്രൊഫസർ ഡോക്ടർ സണ്ണി K ജോർജ്, പ്രൊഫസർ ഡോക്ടർ സുരേഷ് മാത്യു, ഡോക്ടർ റോയ് C മാത്യു, ശ്രീ G ശ്രീകുമാർ, ശ്രീ MR ഉണ്ണി, മറ്റ് ബഹുമാന്യരായ വൈദികരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കൾ, വളരെ അഭിമാനകരമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം പങ്കെടുക്കുന്നത്. ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമധേയത്തിലുള്ള ചെയർ MG യൂണിവേഴ്സിറ്റി നേരത്തെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് കുറേ വർഷങ്ങൾ ആ പ്രവർത്തനങ്ങൾ നിലച്ചു. ഇവിടെ പ്രൊഫസർ KP ജോയി ഉണ്ട്. അദ്ദേഹമൊക്കെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന കാലത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. ഏതായാലും ഇന്ന് യൂണിവേഴ്സിറ്റി വളരെയേറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിലെല്ലാം കൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായിട്ടാണ് ഈ ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് ചെയറിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ചെയർ, ശ്രീ വിവേകാനന്ദ ചെയർ, ശ്രീ CH മുഹമ്മദ് കോയ ചെയർ, അങ്ങനെ 11 ചെയറുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നത്. അതിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയാനും അഭിനന്ദിക്കാനും അവസരം വിനിയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർ, മഹത്തായ സംഭാവന നൽകിയിട്ടുള്ളവർ, ഭാവി തലമുറ അറിയേണ്ടവർ, അവരെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും അവരുടെ സംഭാവനകളും നേട്ടങ്ങളും അവരുടെ ശൈലിയും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഒട്ടും പ്രാധാന്യം കുറച്ച് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഭാരതീയ സംസ്കാരം അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോകത്ത് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം പോലെ ഇത്രയും സഹിഷ്ണുതയോടുകൂടി, ഇത്രയും വിശാല ഹൃദയത്തോടുകൂടി എല്ലാ ആശയങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും എല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റവും സൗഹൃദമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മുടെ രാജ്യം, അതിൻ്റെ പാരമ്പര്യം വളരെ പ്രാധാന്യമറിയിക്കുന്നു. അപ്പം ഈ സംസ്കാരത്തിന് സഹായകരമായിട്ടുള്ള സംഭാവനകൾ വളരെയേറെ മഹാത്മാർ നടത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതകാലം കഴിഞ്ഞാൽ അവർ വിസ്മരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ അവരെക്കുറിച്ച് അറിയാനും പഠിക്കാനും അവരുടെ സംഭാവനകളുടെ മഹത്വം മനസ്സിലാക്കാനും സാധിക്കും. ആ അർത്ഥത്തിലാണ്, ആ സാഹചര്യത്തിലാണ് ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ചുള്ള ചെയറിൻ്റെ പ്രാധാന്യം. അദ്ദേഹത്തെക്കുറിച്ച് ഈ സദസ്സിൽ ആരോടും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല എന്നെനിക്കറിയാം. അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് ഒരു യഥാർത്ഥ ഗുരു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വലുത്. പക്ഷെ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ, പൊതുവായ മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നേതൃത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്ന കാലത്താണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനും അദ്ദേഹവുമായി സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്.
അത് കഴിഞ്ഞ് നിരവധി പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ സംസാരിച്ചിറങ്ങിപ്പോരുമ്പോൾ നമ്മളൊരു സംതൃപ്തിയോടുകൂടിയാണ് ഇറങ്ങി വരുന്നത്. പുതിയതായിട്ടുള്ള അറിവുകളും ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആ അഗാധമായ പാണ്ഡിത്യം വളരെ വലുതാണ്. ഇപ്പം രാഷ്ട്രീയ രംഗത്ത് ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ രാഷ്ട്രീയത്തെ കുറിച്ച് തിരുമേനി പറയുന്ന അഭിപ്രായങ്ങൾ പലതും എനിക്ക് പുതുമ നിറഞ്ഞതും പുതിയ അനുഭവങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. തിരുമേനി ആധ്യാത്മിക രംഗത്തിന് പുറത്ത് മറ്റുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, വലിയ അറിവ് ഒരു പ്രാധാന്യം. തിരുമേനിയുടെ പബ്ലിക് റിലേഷൻസ്, അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്കറിയാം, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായി തിരുമേനിക്കുള്ള അടുപ്പം. പല പ്രാവശ്യം അദ്ദേഹം നേരിട്ട് കാണുന്ന അവസരത്തിൽ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല തിരുമേനി ചർച്ച ചെയ്തിട്ടുള്ളത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കാനും അതിനകത്ത് ഉള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും ഒക്കെ ഇന്ദിരാഗാന്ധി തയ്യാറായിട്ടുള്ള സാഹചര്യങ്ങൾ തിരുമേനി എന്നോട് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച കാലം അത്രയും സമൂഹത്തിന് വെളിച്ചം നൽകാൻ, അറിവ് നൽകാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചിട്ടുണ്ട്. ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനാകെ, നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം ഉതകാമോ അതിനെ ആ വിധത്തിലെല്ലാം തിരുമേനിയുടെ പ്രവർത്തനം വളരെ പ്രാധാന്യമറിയിക്കുന്നു. അപ്പോൾ ഈ ചെയർ അത് നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് KM ജോർജ് അച്ഛനെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പിന്തുണയോടുകൂടി ഇത് ഏറ്റവും നല്ല നിലയിൽ തിരുമേനിയുടെ സംഭാവനകളെക്കുറിച്ച് ഗവേഷണം നടത്തി, പബ്ലിക്കേഷൻസ് പുറത്തിറക്കി ഒക്കെ വളരെയേറെ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്കുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിന് ഈ ചെയറിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മറ്റൊരു പരിപാടി ഈ അടുത്ത തന്നെ ഉള്ളത് കൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്നുകൂടി അഭ്യർത്ഥനയോടുകൂടി ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഈ ചെയറിൻ്റെ പ്രവർത്തനത്തിന് ഏത് വിധത്തിലുള്ള സഹായവും ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകും എന്നുകൂടി ഇവിടെ പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് MG യൂണിവേഴ്സിറ്റി മുൻകൈ എടുത്ത് നടത്തുന്ന ഈ ചെയറുകളെല്ലാം പ്രാധാന്യം അറിയിക്കുന്ന ഉന്നത വ്യക്തികളുടെ സംഭാവനകളെക്കുറിച്ച് പഠിക്കാനും അത് സമൂഹത്തെ അറിയിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അത് നല്ലൊരു ദൗത്യമാണ് യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന ഇതുപോലുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് രചിച്ച സവിശേഷമായ ഒരു ഗ്രന്ഥമാണ് ഫിലോസഫി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് അതിൻ്റെ ആദ്യ പ്രതി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. ഫിലോസഫി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശിതമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അതിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയിരിക്കുന്നു. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് MG സർവകലാശാലയുടെ ആദരവിൻ്റെ സൂചകമായി ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ഈ ഉപഹാര സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ ക്ഷണിക്കുന്നു. സർവകലാശാലയുടെ ഈ എളിയ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.